ഫായിദയില്ലാത്ത കൗലെന്ന് വിട്ടിക്കണം, വെറുതെ പടപടപടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ചില ആളുകൾ അങ്ങനെയാണ്, ബുദ്ധിമുട്ടി പോകും. നമ്മൾ മനുഷ്യന്മാർ ഉപദ്രവത്തിൽ ആവലും കഞ്ഞിയായി പോകും. കാര്യം പറഞ്ഞുകൊണ്ട് എന്നാന്ന് പോവോ, ഒന്ന് നിർത്തുവോ? അതൊന്നുമില്ല. പിന്നെന്താ, സഹിക്കല്ലാതെ ഇറക്കി വിടാൻ പറ്റുമോ? അതുമില്ല. ചിലർക്ക് കലാപരമായിട്ട് അങ്ങനെ ചെയ്യും. യു ക്യാൻ വിൻ പോലെയുള്ള പുസ്തകത്തിലൊക്കെ കാണാം അമേരിക്കയിലെ ഒരു മാനേജറെ കുറിച്ച്. ആര് സംസാരിക്കാനും ആവശ്യത്തിനും വന്നാൽ അപ്പം അയാൾക്കൊരു കോള് വരുമെന്ന്. അതാ ഞാൻ ഇപ്പോൾ വരാം, ഇവിടെ ഒരു കസ്റ്റമർ ഉണ്ട്, ഞാൻ പിരിച്ചുവിട്ട് ഇപ്പോൾ വരാം. പിന്നെ വേഗം പറയും എനിക്കൊരു അർജൻറ്റായിട്ട് പോകണ്ടെന്ന് പറയും. ഇയാൾ പോയതിൻ്റെ ശേഷം അയാൾ പോകുന്നില്ല. കാരണം ഒരാളെ പണിക്ക് ഏൽപ്പിച്ച് ആര് വന്നാൽ ഈ ഒരു കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. മന്നരാവുന്ന ഓടമ്പഴ സ്ഥലത്ത് ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട്, സമയം വിലപ്പെട്ടതാണ്, എൻ്റേതും നിൻ്റേതും എന്ന്. ഒന്ന് പോയി തരുമെന്നാണല്ലോ അതിൻ്റെ ഒരു അർത്ഥം. ഒന്ന് ഇറങ്ങി തരുമോന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അത് മുഖത്തടിച്ച് പറയാനുള്ളൊരു പ്രയാസം കൊണ്ട് സമയം വിലപ്പെട്ടതാണ്, എൻ്റേതും നിൻ്റേതും. അങ്ങനെ സമയം സൂക്ഷിച്ചത് കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന് 31 ബൃഹത്തായ വാള്യങ്ങളുള്ള തഫ്സീർ എഴുതാൻ കഴിയുന്നത്.